സോഷ്യൽ വർക്ക് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോഡ് ഓഫ് എത്തിക്സ് ആണ്. സോഷ്യൽ വർക്കിന്റെ കോഡ് ഓഫ് എത്തിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ICD സിലബസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം അത് ICDS എക്സാം എഴുതുന്നവർക്ക് മാത്രമല്ല, സോഷ്യൽ വർക്കിന്റെ ഏതൊരു പരീക്ഷ എഴുതാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിലും നമുക്ക് കോഡ് ഓഫ് എത്തിക്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ആക്ച്വലി കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഏതൊരു പ്രൊഫഷൻ എടുക്കുകയാണെങ്കിലും അതിൽ കുറച്ച് എത്തിക്കലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. അതായത് ആ പ്രൊഫഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്, അതായത് വളരെ ധാർമ്മികപരമായ രീതിയിൽ എങ്ങനെയാണ് പ്രൊഫഷൻ പോകേണ്ടത്, ആ പ്രൊഫഷന് ചുറ്റുമുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രൊഫഷനിൽ കൊളീഗ്സിനോട് എങ്ങനെ പറയണം, കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ആസ് സച്ച് ആ പ്രൊഫഷൻ എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ലിങ്ക് ആകുന്നത് എന്ന് കുറിച്ചിട്ട് ഒരു പ്രൊഫഷനെ പറ്റി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്ന, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അതിലെ സോഷ്യൽ വർക്കേഴ്സ് ഫോളോ ചെയ്യുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സിന്റെ കോഡ് ഓഫ് എത്തിക്സ് ആണ്. അപ്പോൾ ഈ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് 1955-ലാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കോഡ് ഓഫ് എത്തിക്സ്, ആ ഒരു എന്താ പറയുക, അസോസിയേഷൻ്റെ കോഡ് ഓഫ് എത്തിക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ കോഡ് ഓഫ് എത്തിക്സിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് പ്രിയാമ്പിൾ ഉണ്ടായിരിക്കും, അതിലൊരു പ്രിയാമ്പിൾ പോർഷൻ ഉണ്ട്. പിന്നെ പർപ്പസ് ഓഫ് ദ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് കോഡ് ഓഫ് എത്തിക്സിന്റെ പർപ്പസ് എന്താണെന്ന് കുറിച്ച് പറയുന്നുണ്ട്. തേർഡ് ചാപ്റ്ററിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസും ആൻഡ് ഫൈനലി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുമാണ് പറയുന്നത്. അപ്പോൾ പ്രിയാമ്പിളിലെ മെയിനായിട്ട് കോർ വാല്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ കോർ വാല്യൂസ് എന്ന് പറയുന്നത് സർവീസ്, സോഷ്യൽ ജസ്റ്റിസ്, ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ, ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് കോമ്പിറ്റൻസ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോർ വാല്യൂസ് ഈ പ്രിയാമ്പിളിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, മറ്റുള്ളവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സർവീസ് എന്ന് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ, നമുക്കറിയാം സോഷ്യൽ വർക്ക് പ്രൊഫഷൻ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി, അയാളുടെ ഒരു അന്തസ്സിന് അല്ലെങ്കിൽ അയാളുടെ ഒരു മൂല്യത്തിന് അയാൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം. അത് എങ്ങനെയുള്ള ഒരാളാണെങ്കിലും ആ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് അയാൾക്കൊരു ഡിഗ്നിറ്റി വർത്ത് ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, നമുക്കറിയാം എല്ലാ സോഷ്യൽ വർക്ക് മെത്തേഡ് ഏത് നോക്കിക്കഴിഞ്ഞാലും ഹ്യൂമൻ റിലേഷൻഷിപ്പിലൂടെയാണ് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രിയാമ്പിൾ പറയുന്നത് കോർ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് കോഡ് ഓഫ് എത്തിക്സ് സോഷ്യൽ വർക്കിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഡ് ഓഫ് എത്തിക്സ്, ദ കോഡ് ഐഡന്റിഫൈസ് ദ കോർ വാല്യൂസ്, എന്തൊക്കെ വാല്യൂസ് ഉണ്ട് സോഷ്യൽ വർക്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, ദ കോഡ് സമ്മറൈസസ് ബ്രോഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, നമ്മൾ ഈ പ്രൊഫഷൻ്റെ കോർ വാല്യൂവുമായിട്ട് യോജിച്ചിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഓരോ കോർ വാല്യൂവിനും, ഓരോ പ്രധാനപ്പെട്ട വാല്യൂസിനും അതിൻ്റേതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ നടക്കുന്നുണ്ട്. അതുപോലെ ഈ കോഡ് പ്രധാനമായിട്ടും സോഷ്യൽ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു പ്രൊഫഷനിൽ എങ്ങനെ നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ പ്രൊഫഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സോഷ്യൽ വർക്കേഴ്സിന് ഒരു എന്താ ചെയ്യുക, കറക്റ്റ് ഐഡിയ കൊടുക്കുകയാണ് കോഡ് ഓഫ് എത്തിക്സ് ചെയ്യുന്നത്. പിന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററാണ്, മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിൽ ഒരു വാല്യൂ പറയും. നമ്മൾ ആദ്യത്തെ പ്രിയാമ്പിളിൽ കുറച്ച് വാല്യൂസ്, കോർ വാല്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കോർ വാല്യൂ പറയും, അതിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ പറയും. അപ്പോൾ സർവീസിനെ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് പ്രൈമറി ഗോൾ ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ് ആൻഡ് ടു അഡ്രസ് സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളതാണ്. സർവീസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പിളിലും സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രൈമറി ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അവരുടെ ആവശ്യത്തിന് സഹായിക്കുക, അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് ചലഞ്ച് സോഷ്യൽ ഇൻജസ്റ്റിസ്. നമുക്കറിയാം സോഷ്യൽ വർക്കേഴ്സ് ഒരു പ്രോബ്ലത്തിലാണ്, പ്രശ്നത്തിലാണ് ഇടപെടുന്നത്. അപ്പോൾ ഇൻജസ്റ്റിസ്, സാമൂഹിക നീതിയില്ലെങ്കിൽ, നീതിരഹിതം സംഭവിക്കുമ്പോൾ, നീതിയില്ലാത്ത എന്തോ കാര്യം നടക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെ സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു.
ഇനി അടുത്ത വാല്യൂ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ ആണ്. ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി, വർത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. സോഷ്യൽ വർക്കേഴ്സ് ഒരു ആളുടെ ഡിഗ്നിറ്റി റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത വാല്യൂ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആണ്. അതായത് നമുക്കറിയാം ഇതൊരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ആണെങ്കിൽ മീൻസ് മെത്തേഡ് ആണെങ്കിലും അത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ക്ലയൻസ് ആയിട്ട് ആരുണ്ടാക്കിയിട്ടുണ്ടാകണം? സോഷ്യൽ വർക്കർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അവിടെ സ്മൂത്ത് ആയിട്ട് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സ് സെൻട്രൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ, ആ ഒരു ഇമ്പോർട്ടൻസിനെ, ആ ഒരു പ്രാധാന്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യണം, മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി ആണ്. സോഷ്യൽ വർക്കേഴ്സ് ബിഹേവ് ഇൻ എ ട്രസ്റ്റ് വർത്തി മാനർ. നമ്മൾക്ക് ഒക്കെ സോഷ്യൽ വർക്കേഴ്സിന് ഒരു ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം അതൊരു ട്രസ്റ്റ് വർത്തി ആയിട്ട് മറ്റുള്ളവരോട് ഒരു വിശ്വാസത നമുക്ക് പ്രവർത്തനത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് അവരുടെ പ്രൊഫഷന്റെ മിഷൻ, വാല്യൂസ്, എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, എത്തിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടൊക്കെ അവർക്ക് നല്ല ധാരണ അവർക്ക് ഉണ്ടായിരിക്കും. സോഷ്യൽ വർക്കേഴ്സിന് തന്നെ അവരുടെ പ്രൊഫഷനെ കുറിച്ചിട്ടുള്ള നല്ല ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ കോർ വാല്യൂവിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കോമ്പിറ്റൻസ് വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. സോഷ്യൽ വർക്കേഴ്സ് പ്രാക്ടീസ് വിത്തിൻ ദെയർ ഏരിയാസ് ഓഫ് കോമ്പിറ്റൻസ് ആൻഡ് ഡെവലപ്പ് ആൻഡ് എൻഹാൻസ് ദ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് അവരുടെ ഈ ഒരു പ്രൊഫഷൻ ഡീൽ ചെയ്യുമ്പോൾ അവർ കോമ്പിറ്റൻസോട് കൂടിയിട്ട് അത് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക കാര്യക്ഷമത അല്ലെങ്കിൽ കഴിവ് അവർക്കുണ്ടായിരിക്കണം. ഈ നമുക്കറിയാം കുറെ ക്വാളിറ്റീസ് ഒക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ പറയുന്നുണ്ട് അല്ലെ. അതിലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള കഴിവ്, കോൺഫിഡൻഷ്യാലിറ്റി, നല്ല കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള കഴിവ്, റെക്കോർഡിംഗ് കഴിവ്, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ കുറെ കഴിവുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കോമ്പിറ്റൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രൊഫഷനിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ അതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ടും ഏതൊരു ഏരിയാസിലാണ്, ഏതൊരു ഫീൽഡ് ഓഫ് സോഷ്യൽ വർക്കിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഏരിയയ്ക്ക് വേണ്ട അനുചിതമായിട്ടുള്ള കഴിവുകൾ, കോമ്പിറ്റൻസി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കറുടെ പോലെ ആയിരിക്കില്ല ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കർ. അതുപോലെ ആയിരിക്കില്ല ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിൽ, അതുപോലെ ആയിരിക്കില്ല ഹോസ്പിറ്റൽ സെറ്റിംഗിൽ, സൈക്കാട്രി സെറ്റിംഗിൽ വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ പ്രൊഫഷനും എന്തുണ്ടായിരിക്കും അതിൻ്റെതായ കോമ്പിറ്റൻസി സോഷ്യൽ വർക്കേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സോഷ്യൽ വർക്കേഴ്സിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ്, ക്ലയന്റിനോടുള്ള എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയായിരിക്കണം, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയായിരിക്കണം, കൊളീഗ്സിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരു പ്രാക്ടിക്കൽ സെറ്റിംഗിൽ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ പ്രൊഫഷൻ ആസ് എ പ്രൊഫഷൻ ആയിട്ട് സോഷ്യൽ വർക്ക് വരുമ്പോൾ അതിൻ്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സോഷ്യൽ വർക്കിന്റെ പ്രൊഫഷനിലെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇനി സോഷ്യൽ വർക്കേഴ്സിന് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ടു ദ ബ്രോഡർ സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടു ദ ക്ലയന്റിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്കറിയാം എന്താ പറയുക, നമ്മുടെ ക്ലയന്റ് ആണ് സോഷ്യൽ വർക്കേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മേ ബി ക്ലയന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കാം. ഏത് തന്നെയാണെങ്കിലും അവരോടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ, അതായത് അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവരെ മേക്കപ്പ് ചെയ്ത് നമ്മൾ എടുക്കണം എന്നാണ് പറയുന്നത്. ഇൻഫോംഡ് കൺസെന്റ്, പല കാര്യങ്ങളിലും അവരുടെ കൺസെന്റ് ചോദിച്ചിട്ട് അവരുടെ അനുവാദത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. കോമ്പിറ്റൻസ്, അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. കൾച്ചറൽ കോമ്പിറ്റൻസ്, കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, ആക്സസ് ടു റെക്കോർഡ്, സെക്ഷൽ റിലേഷൻഷിപ്സ്, ഫിസിക്കൽ കോണ്ടാക്ട്, സെക്ഷൽ ഹറാസ്മെന്റ്, derogatory language, payment for services, client who lack decision-making capability, interruption for services, referral for services, termination of services. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സ് ആയവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർ ഒരു കാര്യം ചെയ്യുക, ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പം
നമ്മളൊരു ക്ലയൻറ്റ് സോഷ്യൽ വർക്കറുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് ആ ക്ലയൻറ്റിൻ്റെ ഒരു ഡിഗ്നിറ്റി വേർത്ത് നമ്മൾ മനസ്സിലാക്കണം, അയാളുടെ പ്രശ്നത്തിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അയാളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ അയാളുടെ പ്രശ്നങ്ങൾക്കുള്ള ഡിസിഷൻസ് അയാളെ കൊണ്ട് തന്നെ നമ്മൾ എടുക്കണം. അയാൾ എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ പ്രൈവസി കീപ്പ് ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ എന്തായാലും കീപ്പ് ചെയ്യണം. അയാളുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലി നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ക്ലയൻ്റായിട്ട് ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നല്ല ലാംഗ്വേജ് ഉപയോഗിക്കുക, പ്രൊഫഷണൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അയാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഉപയോഗിക്കാതെ കാര്യങ്ങൾ ചെയ്യുക. പേയ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ നമുക്കറിയാം സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ പേയ്മെന്റ് ഉണ്ടായിരിക്കും, കാരണം അതൊരു സർവീസ് റിലേറ്റഡ് അല്ല, സർവീസ് ഓറിയന്റഡ് അല്ല, മീൻസ് പക്ക ഒരു സർവീസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേയ്മെന്റ് ഉണ്ടായിട്ട് ആ പേയ്മെന്റ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക സർവീസിനുള്ള പേയ്മെന്റ് ആണ് നമ്മൾ ഈടാക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ക്ലയൻസിന്റെ ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി നമ്മൾ അവരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് തന്നെ ഡീൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സൈക്കാട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ വർക്കർക്ക് മൊത്തത്തിൽ ഡീൽ ചെയ്യാൻ മരുന്ന് എഴുതി കൊടുക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ റെഫറൽ ആയിട്ടുള്ള ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത്, റെഫറൽ ആയിട്ടുള്ള സർവീസസിന് നമ്മൾ അപ്രോച്ച് ചെയ്യും. ചിലപ്പോൾ പോലീസിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും, ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ റെഫറൽ സർവീസസ് ഒക്കെ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് പോകണം. ഇപ്പം ഒരു സ്കൂൾ സെറ്റിങ്ങിൽ സ്കൂൾ കൗൺസിലറാണെന്ന് വെച്ചാൽ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ കൗൺസിലർ കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ സോഷ്യൽ വർക്കർക്ക്. അത് റെഫറൽ വഴി വേറൊരു തെറാപ്പി കൊടുത്തിട്ട് മാറ്റേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ടെർമിനേഷൻ സർവീസിലെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ വർക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ക്ലയന്റ് ആയിട്ട് വരുന്ന എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി പെടുന്നുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട, ജനറലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. എസ്പെഷ്യലി മനസ്സിലാക്കേണ്ട കാര്യം നാഷണൽ അസോസിയേഷൻ സോഷ്യൽ വർക്കേഴ്സിന്റെ കോഡ് ഓഫ് എത്തിക്സ് ആണ്. നമ്മൾ കോഡ് ഓഫ് എത്തിക്സ് ആണ് സോഷ്യൽ വർക്കിൽ കൺസിഡർ ചെയ്യുന്നത്. 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. പ്രിയാമ്പിൾ ഉണ്ട്, പിന്നെ അടുത്തൊരു ചാപ്റ്റർ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്, പ്രിയാമ്പിൾ, അതിലാണ് കോർ വാല്യൂസ് വരുന്നത്. ഓക്കെ, പിന്നെ പർപ്പസ് ഓഫ് ദ നാഷണൽ അസോസിയേഷൻ കോഡ് ഓഫ് എത്തിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓരോ വാല്യൂവിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഡിഗ്നിറ്റീസ്. അപ്പൊ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. പിന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ക്ലയന്റിനോടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൊളീഗ്സിനോട് എങ്ങനെയായിരിക്കണം, പ്രാക്ടീസ് സെറ്റിംഗ്സിലെ പ്രൊഫഷണൽ ആയിട്ട് ബ്രോഡർ സൊസൈറ്റിയോട് എങ്ങനെയായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ടു കൊളീഗ്സ് നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന ആ വ്യക്തികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം, അവരുമായിട്ട് ചേർന്ന് നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് വർക്കിംഗ് പ്ലേസിൽ അത് അങ്ങനത്തെ ഒന്നും പാടില്ല. അതുപോലെ തന്നെ കൊളീഗ്സിന് എന്തെങ്കിലും കോമ്പിറ്റൻസി കുറവുണ്ടെങ്കിൽ നമ്മളത് നോക്കണം, അവരെ തന്നെ നമ്മളത് പ്രൊമോട്ട് ചെയ്യണം. പിന്നെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്തത് അതായത് പ്രാക്ടീസ് സെറ്റിംഗ്സിലെ ഒരു ഏജൻസിയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മൾ സൂപ്പർവിഷൻ, കൺസൾട്ടേഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, പെർഫോമൻസ് ഇവാലുവേഷൻ, ക്ലയന്റിന് റെക്കോർഡ് കീപ്പ് ചെയ്യണം, അതുപോലെ ബില്ലിംഗ്, ക്ലയന്റ് ട്രാൻസ്ഫർ, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് കമ്മിറ്റ്മെന്റ്സ് ടു എംപ്ലോയീസ്, ലേബർ മാനേജ്മെന്റ് ഡിസ്പ്യൂട്ട്സ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഇത്തരം കാര്യങ്ങൾ. ഇനി സോഷ്യൽ വർക്കേഴ്സ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ആസ് പ്രൊഫഷണൽസ്, ഒരു പ്രൊഫഷണൽ ആണ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തിലുള്ള സോഷ്യൽ വർക്കേഴ്സിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാൻ പോകുന്നത്. പ്രൊഫഷണൽസ് എന്ന നിലയിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. കോമ്പിറ്റൻസ്, ഡിസ്ക്രിമിനേഷൻ, പ്രൈവറ്റ് കണ്ടക്ട്, ഡിസ്ഹോണസ്റ്റി, ഫ്രോഡ് ആൻഡ് ഡിസെപ്ഷൻ, ഇമ്പയർമെന്റ്, മിസ്റെപ്രസെന്റേഷൻ, സൊലിസിറ്റേഷൻസ് ആൻഡ് അക്നോളജിങ് ക്രെഡിറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് ഈ കോഡ് ഓഫ് എത്തിക്സ്, അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ്, അത് ആരുടെയാണ് ഫോളോ ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിരുന്നാലും സോഷ്യൽ വർക്കേഴ്സിന്റെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ
ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കോമ്പിറ്റൻസി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും അതിൻ്റെതായ ഒരു കഴിവുണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ രോഗിയുടെ രോഗം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ വർക്കേഴ്സിനും അതിൻ്റെതായ കോമ്പിറ്റൻസി എന്തായാലും ഉണ്ടായിരിക്കണം. ക്ലയൻറ്റുകളോട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. സ്കിൽസ് ഓഫ് സോഷ്യൽ വർക്കർ എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണം. അതുപോലെ സത്യസന്ധമായിട്ട് പെരുമാറുക, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരിക്കുക, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന നിലയിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. അതിൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പ്രൊഫഷൻ, നമുക്ക് നമ്മുടെ പ്രൊഫഷനോട് തന്നെയുള്ള ഒരു ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാലുവേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി സോഷ്യൽ വർക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ബ്രോഡർ സൊസൈറ്റിയിലുള്ള റെസ്പോൺസിബിലിറ്റി പറയുന്നതിൽ സോഷ്യൽ വെൽഫെയർ, നമുക്കറിയാം ഒരു വെൽഫെയർ ആണ് മെയിനായിട്ട് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒരു മെയിൻ എന്താ പറയുക ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കർ ആണെങ്കിലും സോഷ്യൽ വെൽഫെയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ, മറ്റ് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പബ്ലിക് എമർജൻസീസ്, പല എമർജൻസി സിറ്റുവേഷൻസിലും സോഷ്യൽ വർക്കേഴ്സ് ഇടപെടുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വയനാട് ഉണ്ടായ ദുരിതത്തിൽ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക് എമർജൻസീസിലുള്ള സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഇടപെടൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആക്ഷനിലുള്ള ഇടപെടലുകൾ, പോളിസി മേക്കിംഗ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കോഡ് ഓഫ് എത്തിക്സ് സോഷ്യൽ വർക്കിൻ്റെ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.